ഹായ് ഫ്രണ്ട്സ്, നെക്സ്റ്റെക്സ് അക്കാദമിയുടെ ഈവന്റ് മാനേജ്മെന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഈവന്റ് മാർക്കറ്റിംഗ് എന്ന വിഷയമാണ് നമ്മൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി പോകുന്നത്. പ്യൂർലി എക്സാം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. മാർച്ച് 2017-2018 കാലഘട്ടങ്ങളില് എക്സാമിന് 1 മാർക്കിനും 3 മാർക്കിനും ഒക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ആദ്യമായി ഈവന്റ് മാർക്കറ്റിംഗ് എന്താണ് എന്ന് നമുക്കറിയാം, ഈവന്റ് എന്താണ് എന്നും നമുക്കറിയാം. അപ്പോൾ ഈവന്റ് മാർക്കറ്റിംഗ് എന്ന വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ ഇറ്റ് ഈസ് എ പ്രൊമോഷണൽ സ്ട്രാറ്റജി that involves face-to-face contact between companies and their customers at special occasions or special events like fairs, concerts and sporting events. അതായത് ഈവന്റ് മാർക്കറ്റിംഗ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതൊരു പ്രൊമോഷണൽ സ്ട്രാറ്റജിയാണ്. കാരണം മാർക്കറ്റിംഗ് എന്നത് ഒരു പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ പ്രൊഡക്റ്റ് എന്താണ്? ഈവന്റ് ആണ് പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഈവന്റിനെ എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യുന്നത്? അതായത് അത് കമ്പനീസും അതിന്റെ കസ്റ്റമേഴ്സും ഒരുമിച്ച് ചേരുന്ന ഒരു ഒക്കേഷൻ, അതാണ് ആ സ്പെഷ്യൽ ഈവന്റ്സ് ലൈക്ക് ഫെയേഴ്സ്, കൺസേർട്സ് ആൻഡ് സ്പോർട്ടിംഗ് ഈവന്റ്സ്. ഏത് തരത്തിലുള്ള ഇവന്റും ആവാം, ഏത് ഇവന്റ് ആണോ ആ കമ്പനി കൈകാര്യം ചെയ്യുന്നത് ആ ഇവന്റ്. ഓക്കെ, ഇതാണ് ഈവന്റ് മാർക്കറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈവന്റിനെ തന്നെ മാർക്കറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ദെൻ ഈവന്റ് മാർക്കറ്റിംഗ് ഈസ് ദ എക്സ്പീരിയൻഷ്യൽ മാർക്കറ്റിംഗ് ഓഫ് എ ബ്രാൻഡ് ഓർ സർവീസ്. അവിടെ ഒരു കൃത്യമായ പ്രോഡക്റ്റ് ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഉണ്ടായി എന്നും വരാം. സർവീസ് ആണ് മെയിൻ ആയിട്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എക്സ്പീരിയൻഷ്യൽ മാർക്കറ്റിംഗ് ഓഫ് എ ബ്രാൻഡ്, സർവീസ് ഓർ പ്രൊഡക്റ്റ് എങ്ങനെ? ത്രൂ പ്രൊമോഷണൽ ഈവന്റ്സ്. ഒരു പ്രൊഡക്റ്റിനെ അല്ലെങ്കിൽ ഒരു സർവീസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധാരണ ഒരു ഈവന്റ് കണ്ടക്ട് ചെയ്യാറുള്ളത്. ആ ഈവന്റിനെ എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പറയുന്നത്. അത് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പല പ്രൊമോഷണൽ സ്ട്രാറ്റജീസും നമ്മൾ അഡോപ്റ്റ് ചെയ്യാറുണ്ട്. ഇറ്റ് ടിപ്പിക്കലി ഇൻവോൾവ്സ് ഡയറക്റ്റ് ഇന്ററാക്ഷൻ വിത്ത് എ ബ്രാൻഡ്സ് റെപ്രസെന്റേറ്റീവ്സ്. അതായത് ഡയറക്റ്റ് ഇന്ററാക്ഷൻ വിത്ത് ബ്രാൻഡ്സ് റെപ്രസെന്റേറ്റീവ്സ്. ഒരു ബ്രാൻഡിന്റെ റെപ്രസെന്റേറ്റീവുമായിട്ടുള്ള ഡയറക്റ്റ് ഇന്ററാക്ഷൻ ആണ് അവിടെ ഈവന്റ് മാർക്കറ്റിംഗിലൂടെ നടക്കുന്നത്. സോ ദ ആക്ടിവിറ്റി ഓഫ് ഡിസൈനിങ് ഓർ ഡെവലപ്പിംഗ് എ തീംഡ് ആക്ടിവിറ്റി. ശ്രദ്ധിക്കേണ്ട ടേം തീംഡ് ആക്ടിവിറ്റി. ഒരു ഈവന്റിന് എപ്പോഴും ഒരു തീം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ the activity of designing or developing a themed activity, occasion, display or exhibit to promote a product or organization is called event marketing. So the activity of designing or developing a themed activity, occasion, display or exhibit to promote a product or organization. അതൊരു പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യാനാവാം, അല്ലെങ്കിൽ ആ ഓർഗനൈസേഷനെ അല്ലെങ്കിൽ ആ കമ്പനിയെ തന്നെ പ്രൊമോട്ട് ചെയ്യാനാവാം. ഈസ് കോൾഡ് ഈവന്റ് മാർക്കറ്റിംഗ്. എന്ത്? അവര് നടത്തുന്ന ആക്ടിവിറ്റി അല്ലെങ്കിൽ ഡിസൈൻ അല്ലെങ്കിൽ ഡെവലപ്പിംഗ് എ തീംഡ് ആക്ടിവിറ്റി. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈവന്റ് മാർക്കറ്റിംഗ് എന്ന് ഓൾ ടുഗദർ പറയുന്നത്. ഓക്കെ, അതിനൊരു എക്സാമ്പിള് എന്താണ്? ട്രേഡ് ഷോസ് ആർ എക്സാമ്പിൾസ് ഓഫ് ഈവന്റ് മാർക്കറ്റിംഗ്. അവരുടെ പ്രൊഡക്റ്റ് നമുക്കറിയാം, നമ്മൾ കണ്ടിട്ടുണ്ടാവും പല സ്ഥലങ്ങളിലും ട്രേഡ് ഷോസ് ഉണ്ടാവും, എക്സിബിഷൻസ് ഉണ്ടാവും.
എക്സിബിഷൻസ് എന്ന് പറയുന്നത് ജസ്റ്റ് അവരുടെ പ്രൊഡക്റ്റിനെ കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുക, അറിയിക്കുക എന്നത് മാത്രമല്ല, അതിന്റെ കൂടെ തന്നെ അവര് അവിടെ സെല്ലിങ് കൂടെ ഒരു പക്ഷെ നടത്തിയെന്ന് വരാം. ചിലത് എക്സിബിഷൻ മാത്രമായിരിക്കാം. ഓക്കെ, പക്ഷെ അവരെന്താണ് ചെയ്യുന്നത്? ഈവന്റ് മാർക്കറ്റിംഗ് ആണ് അവിടെ ചെയ്യുന്നത്. ആ പ്രൊഡക്റ്റിനെ തന്നെ അല്ലെങ്കിൽ ആ കമ്പനിയെ തന്നെ പ്രോസ്പെക്റ്റീവ് കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്, അറിയിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ഇങ്ങനെ ഒരു സർവീസ് ഉണ്ട്, ഇങ്ങനെ ഒരു കമ്പനി ഉണ്ട് എന്നതൊക്കെ പ്രോസ്പെക്റ്റീവ് കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. സോ നമുക്ക് ഈവന്റ് മാർക്കറ്റിംഗില് ഉള്ള എലമെന്റ്സ് ഓഫ് ഈവന്റ് മാർക്കറ്റിംഗ് ആണ് ഈ വിഷയത്തിലെ അടുത്ത ടോപ്പിക്. ഓക്കെ, എലമെന്റ്സ് ഓഫ് ഈവന്റ് മാർക്കറ്റിംഗ്. ഇത് മുൻകാലങ്ങളില് 1 മാർക്കിനും ചോദിച്ചിട്ടുണ്ട്, 3 മാർക്കിനും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു ടോപ്പിക് നമ്മൾ എക്സാമിന് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മാർക്കറ്റിംഗ് എന്ന വിഷയത്തെ കൈകോർത്ത് പിടിക്കേണ്ടതായിട്ടുണ്ട്. മാർക്കറ്റിംഗിൽ നമ്മൾ പഠിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് പൊസിഷനിങ്, അതുപോലെ തന്നെ അഡ്വർടൈസ്മെന്റ്, പബ്ലിക് റിലേഷൻ തുടങ്ങിയിട്ടുള്ള ടേംസ് ഒക്കെ ഇതില് ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ടി വരും. ഇതുമായിട്ട് ചേർത്ത് നമ്മൾ എഴുതേണ്ടി വരും. ഓക്കെ, അപ്പോ 5 P's in event, that is known as the elements of event marketing. Event marketingile elements 5 P's ആണ്. ഇത് നമുക്ക് 4 P's എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മാർക്കറ്റിംഗ് മിക്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഇവിടെ 5 P's ആണ്. അത് എലമെന്റ്സ് ഓഫ് ഈവന്റ് മാർക്കറ്റിംഗ് ആണ്. അതായത് ഇവിടെയുള്ള ഒരു മാർക്കറ്റിംഗ് മിക്സ് തന്നെയാണ് ഇത്. ഓക്കെ, ഇവന്റ് മാർക്കറ്റിംഗ് മിക്സ് എന്നൊക്കെ ചിലപ്പോൾ ചോദിക്കുകയാണെങ്കിലും ഈ 5 P's ആണ് എഴുതേണ്ടത്. അപ്പോൾ നോക്കാം. ഫസ്റ്റ് വൺ ഈസ് പ്രൊഡക്റ്റ്, സെക്കൻഡ് വൺ ഈസ് പ്രൈസ്, തേർഡ് വൺ ഈസ് പ്ലേസ്, ഫോർത്ത് വൺ ഈസ് പബ്ലിക് റിലേഷൻ, ഫിഫ്ത്ത് വൺ ഈസ് പ്രൊഡക്റ്റ് പൊസിഷനിങ്. അപ്പോ പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പബ്ലിക് റിലേഷൻ, പ്രൊഡക്റ്റ് പൊസിഷനിങ്, ഇത്രയുമാണ് 5 P's of elements of event marketing. Okay, then ഇതിലെ ഫസ്റ്റ് വൺ പ്രൊഡക്റ്റ് എന്താണ് എന്ന് നമുക്കറിയാം. നോർമലി പ്രൊഡക്റ്റ് എന്താണ് എന്ന് നമുക്കറിയാം. So the product here may be anything such as an educational program. അതായത് ഏത് ഇവന്റും ആവാം ഇവിടുത്തെ പ്രൊഡക്റ്റ്. എഡ്യൂക്കേഷണൽ പ്രോഗ്രാം, എ കൺട്രി ഫെയർ, or a full-fledged കൺവെൻഷൻ, അങ്ങനെയുള്ള ഏത് ഈവന്റും ഇവിടുത്തെ പ്രൊഡക്റ്റ് ആവാം. കാരണം നമ്മൾ ആ ഈവന്റ് ആണ് മാർക്കറ്റ് ചെയ്യുന്നത്. ആ ഈവന്റിലൂടെ ആ കമ്പനിയെയാണ് മാർക്കറ്റ് ചെയ്യുന്നത്. ആ ഈവന്റിലൂടെ ആ പ്രൊഡക്റ്റിനെയാണ് മാർക്കറ്റ് ചെയ്യുന്നത്. ഇവിടെ ഇവന്റ് എന്നതാണ് പ്രൊഡക്റ്റ്. സോ ഇറ്റ് മേ ബി ഒരു റീയൂണിയൻ ഓഫ് സ്റ്റുഡൻസോ അല്ലെങ്കിൽ റീയൂണിയൻ ഓഫ് പാസ്റ്റ് എംപ്ലോയീസോ എന്തോ ആവാം. ഓക്കെ, കോർപ്പറേറ്റ് പ്രൊഡക്റ്റ് ലോഞ്ച് ആവാം. ഒരു പുതിയ പ്രൊഡക്റ്റിനെ കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രൊഡക്റ്റ്, ഒരു മൊബൈൽ ഫോൺ നമ്മൾ ലോഞ്ച് ചെയ്യുകയാണ്. അതൊരു വലിയൊരു ഗ്രാൻഡ് ഇവന്റ് ആയിട്ട് നടത്തുകയാണെങ്കിൽ ആ ഇവന്റ് ഒരു പ്രൊഡക്റ്റ് ആണ്. കാരണം ആ ഇവന്റിലൂടെയാണ് കൺസ്യൂമേഴ്സിലേക്ക് ഈ ഒരു മൊബൈൽ ഫോണ് എത്തുന്നത്. ഓക്കെ, അപ്പൊ ആ ഇവന്റ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങള് അതെങ്ങനെ കൺസ്യൂമേഴ്സിലേക്ക് ആ ഇവന്റിനെ എത്തിക്കണം എന്നുള്ളതിന്റെ വളരെ ശ്രദ്ധിക്കേണ്ടതായ, അതായത് ആ ഇവന്റിനെ എങ്ങനെ മാർക്കറ്റ് ചെയ്യണം, അത് സോഷ്യൽ മീഡിയയിൽ കൊടുക്കണോ, അല്ല ഡയറക്റ്റ് ആയിട്ടുള്ള അനൗൺസ്മെന്റ് വേണമോ, അതല്ല നോട്ടീസ് വേണമോ എന്നൊക്കെ അവർ തീരുമാനിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ഒരു പ്രൊഡക്റ്റ്, അപ്പൊ എനി ഇവന്റ് ആവാം എന്നുള്ളതാണ് നമ്മൾ ഓർമ്മിക്കേണ്ടത്. ദ പ്രൊഡക്റ്റ് മേ ബി എനിത്തിങ് സച്ച് ആസ് എഡ്യൂക്കേഷണൽ പ്രോഗ്രാം, കൺട്രി ഫെയർ എന്നൊക്കെ പറഞ്ഞ്, അതായത് ഇറ്റ് മേ ബി എനി ഇവന്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഏത് ഇവന്റും ആവാം. ദെൻ സെക്കൻഡ് വൺ ഈസ് പ്രൈസ്. പ്രൈസ് മീൻസ്, പ്രൈസ് എന്താണ്? കോസ്റ്റ് ഓഫ് എ കമ്മോഡിറ്റി ആണ് അല്ലെ?
Price means value of anything which is measured in terms of money. Price means value of anything which is measured in terms of money. പണത്തിന്റെ മൂല്യത്തില് അളക്കാൻ പറ്റാവുന്ന വാല്യൂ ഉള്ള അല്ലെങ്കിൽ ആ വാല്യൂവിനെ, ഒരു വസ്തുവിന്റെ അല്ലെങ്കിൽ ഒരു സർവീസിന്റെ ആ വാല്യൂവിനെയാണ് നമ്മൾ അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത്, അതിന്റെ വില എന്ന് പറയുന്നത്. ഒരു സാധനത്തെ അല്ലെങ്കിൽ ഒരു സേവനത്തെ പണത്തിന്റെ മൂല്യം കൊണ്ട് അളക്കുകയാണെങ്കിൽ നമ്മൾ അളന്നിട്ട് പറയുന്ന ആ മൂല്യത്തെയാണ് അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഓഫ് ഇവന്റ് മാർക്കറ്റർ ഈസ് ടു ഐഡന്റിഫൈ ദ ഫിനാൻഷ്യൽ ഗോൾസ്. അപ്പോ ഒരു ഈവന്റ് മാർക്കറ്ററെ സംബന്ധിച്ച് അയാൾ ആ ഈവന്റിനെ മാർക്കറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഫൈനാൻഷ്യൽ ഗോൾ ഓഫ് സ്പോൺസറിങ് ഓർഗനൈസേഷൻ എന്താണ് എന്ന് ആദ്യം തന്നെ ഐഡന്റിഫൈ ചെയ്യണം. എന്തിനു വേണ്ടിയാണ്, എന്താണ് ഇതിന്റെ സാമ്പത്തിക ലക്ഷ്യം, ആ ഈവന്റ് സ്പോൺസർ ചെയ്യുന്ന ഓർഗനൈസേഷന്റെ എക്കണോമിക് ഓർ ഫൈനാൻഷ്യൽ ഗോൾ എന്താണ് എന്ന് ഐഡന്റിഫൈ ചെയ്യണം. അതിനനുസരിച്ച് മാത്രമേ അതിന്റെ പ്രൈസ് ഫിക്സ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ചിലപ്പോ എന്തെങ്കിലും ചാരിറ്റി പർപ്പസിന് വേണ്ടിയിട്ടൊക്കെ നടത്തുന്ന ഒരു ഈവന്റ് ആണ് എങ്കിൽ അതിന് നമ്മൾ ഫൈനാൻഷ്യൽ പ്രോഫിറ്റ് എന്നുള്ളത് വലിയൊരു എയിം ആയിരിക്കില്ല. ഓക്കെ ഓക്കെ ദെൻ മെയിൻ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ്, ഇവിടെ EFFE അല്ല വേണ്ടത്, AFF എന്നുള്ള ആണ് സ്പെല്ലിംഗ് വേണ്ടത്. അതിന് ചെറിയൊരു എറർ വന്നതാണ്. മെയിൻ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രൈസിംഗ് ആർ, അപ്പോൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രൈസിംഗ് ആർ competitors' strategy, level of demand for the product, level of demand, then economic health of the economy in a particular city, economic health of economy in a particular city or region. അതായത് ഒരു പ്രത്യേക സ്ഥലത്ത് നമ്മൾ എവിടെയാണോ ഈ ഈവന്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് അവരുടെ എക്കണോമിക് ഹെൽത്ത്. നമ്മൾ വലിയൊരു കാറ് അല്ലെങ്കിൽ പുതിയൊരു കാറ് ലോഞ്ച് ചെയ്യുകയാണ്, ഒരു പ്രത്യേക സിറ്റിയിലാണ് ലോഞ്ച് ചെയ്യുന്നത്. ഇത് നമ്മുടെ പ്രോസ്പെക്റ്റീവ് കൺസ്യൂമേഴ്സ് അവരായിരിക്കും എന്ന് കരുതിയിട്ടാണ് അവിടെയാണ് ലോഞ്ച് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് അത് വാങ്ങാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി ഇല്ലാത്ത ഒരു കൂട്ടം ആൾക്കാരാണ് അവിടെ വസിക്കുന്നത് എങ്കിൽ ആ എക്കണോമിക് ഹെൽത്ത് ഓഫ് ദ ഇക്കണോമി ഇൻ ദാറ്റ് പർട്ടിക്കുലർ സിറ്റി ഈസ് വെരി വീക്ക്. then what is the use of launching that vehicle in that particular city? എന്തെങ്കിലും കാര്യം ഉണ്ടാവോ? ഇല്ല. കാരണം അവിടെ ആൾക്കാർക്ക് ഭക്ഷണം കിട്ടാതെ അല്ലെങ്കിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു സിറ്റിയാണ് അല്ലെങ്കിൽ ഒരു റീജിയൻ ആണ് എങ്കിൽ നമ്മൾ ഒരു ലക്ഷറി ആയിട്ടുള്ള ഒരു കാറ് അവിടെ ലോഞ്ച് ചെയ്യുക എന്നത് ശരിയായ ഡിസിഷൻ ആയിരിക്കില്ല. അത് നമ്മൾ നോക്കേണ്ടി വരും. അതാണ് അവിടെ നമ്മളൊരു പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ അവിടെ വളരെ എക്കണോമിക് ആയിട്ടുള്ള, ഇപ്പം ടാറ്റ ഒരു നാനോ കാർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം ഒരു മിഡിൽ ക്ലാസ് അല്ലെ അത്തരത്തിലുള്ള ഒരു പീപ്പിളിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വെഹിക്കിൾ ആയിരുന്നു. ചെറിയ, അതായത് നോർമലി കാറിന്റെ വിലയേക്കാൾ ഒരുപാട് കുറഞ്ഞു 1 ലക്ഷം രൂപയ്ക്ക് ഒക്കെ കാറ് ലഭിക്കുന്ന ഒരവസ്ഥ. അത് അത്തരത്തിലുള്ള പീപ്പിളിന്റെ അടുത്തേക്ക് അത് എത്തിക്കുക എന്നുള്ളത്, അത് അവരുടെ എക്കണോമിക് ഹെൽത്തിനെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ടാണ്, ആ രാജ്യത്തിന്റെ എക്കണോമിക് ഹെൽത്തിനെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അത്തരത്തിലുള്ള ആൾക്കാരെ ക്യാച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അവരങ്ങനെ ഒരു കാർ ഇറക്കി, നാനോ കാറ്. അതൊരു ഈ ഇവന്റിലൂടെ ലോഞ്ച് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്? കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ. കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ, ഓപ്പറേഷൻ കോസ്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ് പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ. കാരണം ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിയിട്ട് അത് ഓപ്പറേറ്റ് ചെയ്യാനും ഒരുപാട് കോസ്റ്റ് പിന്നെയും സ്പെൻഡ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ അതും പ്രശ്നമാണ്. അതുപോലെ തന്നെ ഒരു ഈവന്റ് നടത്താനുള്ള
പ്രൈസും നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം അതാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്ന പ്രൈസ് എന്നതുകൊണ്ട്, ഒരു ഈവന്റിന്റെ പ്രൈസ് എന്നുള്ളത്. ഓക്കെ, ദെൻ ഈവന്റ് മാർക്കറ്റിംഗ് മിക്സിലെ അടുത്ത എലമെന്റ് പ്ലേസ് ആണ്. പ്ലേസ് എങ്ങനെയാണ് ഈ ഇവന്റില് പ്രധാനപ്പെട്ട ഒരു വിഷയമാവുക എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. കാരണം ഒരു കൃത്യമായ വെൽ പ്ലാൻഡ് ലൊക്കേഷനിൽ ഈവന്റ് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ആ ഇവന്റ് സക്സസ്ഫുൾ ഇവന്റായി മാറുകയുള്ളൂ. ഓക്കെ, സോ ദ പ്ലേസ് വേർ ഇവന്റ് എക്സിക്യൂട്ടഡ്, ഇവന്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന were event executed, that is known as the place for that particular event. So the place should be marketed with a number of important elements in mind, like അപ്പൊ ഈ പ്ലേസിനെ എങ്ങനെയാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുക, ഈവന്റ് നടക്കുന്ന പ്ലേസിനെ നമ്മൾ എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യുക, അതാണ് ഈ ഒരു എലമെന്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നോക്കാം ആ പ്ലേസിന് ഈ ഈവന്റ് മാർക്കറ്റിംഗുമായിട്ടുള്ള ബന്ധം എന്താണ്. ഒന്ന്, പ്രോക്സിമിറ്റി ടു ദ പൊട്ടൻഷ്യൽ അറ്റൻഡീസ് ആൻഡ് ഈസ് ഓഫ് ട്രാവൽ. നമ്മളൊരു ഈവന്റ് നടത്തുമ്പോൾ ആ ഈവന്റിലെ അറ്റൻഡീസ്, പാർട്ടിസിപ്പൻസിന് ആ ഈവന്റിലേക്ക് വളരെ ഈസി ആയിട്ട് എത്താൻ പറ്റുന്നതായിരിക്കണം. ഈസ് ഓഫ് ട്രാവൽ, ട്രാവലിംഗ് ഫെസിലിറ്റി ഉണ്ടായിരിക്കണം ആ പ്ലേസിന്. അതുപോലെ ആ പ്ലേസിൽ എന്തായിരിക്കണം, പ്രോക്സിമിറ്റി ടു ദ പൊട്ടൻഷ്യൽ അറ്റൻഡീസ്, അത് അടുത്തുള്ള ആൾക്കാർക്ക് വേണ്ടിയായിരിക്കണം. നമ്മളൊരു ഈവന്റ് നടത്തുന്നത് ഒരു സിറ്റിയിൽ, അതിന്റെ ഈവന്റിലേക്ക് എത്തേണ്ട ആൾക്കാർ ആ സിറ്റിയിൽ നിന്ന് കിലോമീറ്ററുകളോളം അപ്പുറത്തുള്ള ആൾക്കാരാണ് എങ്കിൽ നമ്മൾ ആ ഒരു സ്ഥലത്തല്ല ഇവന്റ് നടത്തേണ്ടത്. എവിടെയാണ് നടത്തേണ്ടത്? അവരുടെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള പ്ലേസ് ഏതാണോ ആ സ്ഥലത്താണ് നടത്തേണ്ടത്. അതായത് എത്തേണ്ട ആൾക്കാരുടെ നിയറസ്റ്റ് പ്ലേസിൽ, അല്ലാതെ നമുക്ക് പറ്റുന്ന നിയറസ്റ്റ് പ്ലേസ് അല്ല, നമ്മുടെ കമ്പനിയുടെ നിയറസ്റ്റ് പ്ലേസിലല്ല നടത്തേണ്ടത്. ഇതിൽ എത്തേണ്ട ആൾക്കാരുടെ നിയറസ്റ്റ്, പ്രോക്സിമിറ്റി, സമീപ പ്രദേശത്ത്. ഓക്കെ, ദെൻ അവൈലബിലിറ്റി ഓഫ് പാർക്കിംഗ്. എന്ത് പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ടായിരിക്കണം പ്ലേസിൽ. ഈവന്റ് നടത്തുന്ന സ്ഥലം, ആ ഈവന്റ് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യപ്പെടണമെങ്കിൽ, നല്ല ആൾക്കാർ എത്തണമെങ്കിൽ, അതിന്റെ പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സ് കൃത്യമായിട്ട് എത്തണമെങ്കിൽ നല്ല പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. കാരണം അവര് വന്നിട്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് വളരെ ശാന്തമായി സമാധാനത്തോടു കൂടി ഈവന്റിൽ പങ്കെടുക്കാൻ അവർക്ക് പറ്റണം. ഓക്കെ, ദെൻ ആംബിയൻസ് ആൻഡ് ഒറിജിനാലിറ്റി ഓഫ് ദ സൈറ്റ്. ആംബിയൻസ്, നല്ല ആംബിയൻസ് ഉള്ള സ്ഥലത്ത് ഒരു ഈവന്റ് നടത്തുമ്പോൾ ഒന്നുമില്ലെങ്കിലും നമുക്ക് ആ ഒരു ആംബിയൻസ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടെങ്കിലും അവിടെ പോകാൻ പറ്റും. അപ്പോ നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു സ്ഥലത്താണ് എങ്കിൽ സ്വാഭാവികമായിട്ടും പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സിനെ നമുക്ക് വെറുതെ ഒന്ന് പോയി നോക്കാം എന്നുള്ളൊരു തോന്നൽ, ഒന്നുമില്ല നല്ലൊരു സ്ഥലമല്ലേ, ലൊക്കേഷൻ അല്ലേ എന്നുള്ള രീതിയിലെങ്കിലും, സ്ഥലം കാണാൻ എന്ന നിലയിലെങ്കിലും അവരവിടെ എത്തുകയും നമ്മുടെ പ്രോഡക്റ്റിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്യും. അതുപോലെ ഒറിജിനാലിറ്റി ഓഫ് ദ സൈറ്റ്. സൈറ്റ് നമ്മള് നമ്മുടേതായിട്ടുള്ള ഒരു ഡെക്കറേഷൻസ് ഒക്കെ നടത്താം, പക്ഷെ ഒറിജിനൽ ബ്യൂട്ടി അവിടെ നിലനിർത്തണം. ആ സൈറ്റിന്റെ ഒറിജിനാലിറ്റി നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ നമ്മള് ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല, നല്ല ആംബിയൻസ് ഉള്ള ഒരു സ്ഥലമാണെങ്കിൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് ദ സറൗണ്ടിങ്സ് അട്രാക്ഷൻസ്. അത് തന്നെയാണ് നമ്മളിപ്പോ പറഞ്ഞത്. സറൗണ്ടിങ്സ് അട്രാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഈവന്റ് നടക്കുന്ന സ്ഥലത്തിന്റെ തൊട്ടടുത്ത് വേറെ ഏതെങ്കിലും തരത്തിലുള്ള അട്രാക്ഷൻസ് ഉണ്ട് എങ്കിൽ ഈ ഈവന്റ് കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിലെ സമയമൊക്കെ അവർക്ക് സ്പെൻഡ് ചെയ്യാൻ അവിടെ പോവാൻ പറ്റും. നമ്മൾ ഒരു ഈവന്റ് നടത്തുന്നത് ഇപ്പൊ മൂന്നാറിലാണ് എന്ന് കരുതുക. മൂന്നാറിലാണ് എങ്കിൽ, മൂന്നാർ എന്നതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് നമുക്കറിയാം. അപ്പോ ഒരു ഗ്രാൻഡ് ഇവന്റ് നടത്തുമ്പോൾ അതിന്റെ കസ്റ്റമേഴ്സ് അതിന് സമീപ പ്രദേശങ്ങളിലൊക്കെയുള്ള സമീപ ജില്ലകളിലുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും.
പിന്നെ ഒരു നല്ലൊരു ട്രിപ്പും ആകും. അങ്ങനെയൊക്കെയുള്ള ഉദ്ദേശത്തോടെ ആൾക്കാർ അവിടെ വരികയും നമ്മൾ ഈവന്റ് വിജയിക്കുകയും ചെയ്യും. ഇനി ഈ മൂന്നാറിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഹിൽ ഏരിയ ആണ്. അപ്പൊ അതിലേക്ക് ആൾക്കാര് വരാൻ ഉള്ള ബുദ്ധിമുട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയും, ഇനി അങ്ങനെ അല്ലാത്ത ഒരു, ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് വീഗാലാൻഡില് നമ്മളൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുകയാണ്. അവിടെ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുമ്പോൾ അവിടെ എത്തുന്ന ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് അതിനുള്ളിലേക്ക് കടക്കാൻ പറ്റും എന്നുള്ള ഒരു പ്രൊവിഷൻ അവിടെ ഉണ്ട്. അപ്പൊ അവരുടെ ഇപ്പൊ കുട്ടികളൊക്കെ വരികയാണെങ്കിൽ അവർക്ക് അവരൊരു ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഇതിന്റെ ആൾക്കാർക്ക് ഇവിടെ അറ്റൻഡ് ചെയ്യാനോ അതേപോലെ തന്നെ കുട്ടികൾക്ക് അവർക്ക് ഒരു എൻജോയ്മെന്റ് എക്സ്ട്രാ ഇവിടെ കിട്ടുകയും ചെയ്യും. ഇത്തരത്തിലൊക്കെയുള്ള ഫെസിലിറ്റീസ് അത് സറൗണ്ടിങ് അട്രാക്ഷൻ ആയിട്ട് മാറും. ഓക്കെ, ദെൻ സേഫ്റ്റി, സെക്യൂരിറ്റി എറ്റ്സെട്ര ഓഫ് ഈവന്റ് അറ്റൻഡീസ്. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ഒരു തീപിടിക്കാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഫയർ എഞ്ചിനൊക്കെ നേരത്തെ കൊണ്ടുവെക്കുക എന്നുള്ളതാണ് അതിന്റെ സെക്യൂരിറ്റി മെഷർ. അതേസമയം ഒരു റിസ്കി ആയിട്ടുള്ള ഒരു അപകട സാധ്യതയുള്ള ഏരിയയിൽ നമ്മളൊരു ഈവന്റ് കൊണ്ടുവെക്കാതിരിക്കുക. ആ ഈവന്റ് അവിടെ ഒരു പ്രൊഡക്റ്റ് ലോഞ്ചിങ്ങോ എന്തായിരുന്നാലും ആ ഈവന്റിനെ അവിടെ ലോഞ്ച് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം നമ്മുടെ പ്രോസ്പെക്റ്റീവ് അറ്റൻഡീസ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിന്റെ സേഫ്റ്റി, ഹെൽത്ത് ഇതൊക്കെ നമ്മൾ കെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതാണ് പ്ലേസ് ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അവൈലബിലിറ്റി ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞാണ്. ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി നല്ല രീതിയിൽ ഉള്ളതായിരിക്കണം, എങ്കിൽ മാത്രമേ അവർക്ക് ഈസി ആക്സസ് കിട്ടുകയുള്ളൂ. ദെൻ സ്ലീപ്പിംഗ് ആൻഡ് മീറ്റിംഗ് റൂംസ്, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഉറക്കം കിട്ടുകയാണെങ്കിൽ അതുപോലെ തന്നെ നല്ല രീതിയിൽ മീറ്റ് ചെയ്യാൻ ആൾക്കാരുടെ മീറ്റിംഗ് റൂംസ് കംഫർട്ടബിൾ ആയിട്ടുള്ളതും അതുപോലെ എയർ കണ്ടീഷൻ ചെയ്തിട്ടുള്ളതും ഒക്കെ ശുദ്ധവായു ലഭിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള നല്ല റൂം ഫെസിലിറ്റീസും സ്ലീപ്പിംഗ് റൂം ഫെസിലിറ്റീസും ഒക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതായിരുന്നു. നല്ല ഉറക്കം കിട്ടുകയാണെങ്കിൽ മാത്രമേ അടുത്ത ദിവസം അവർക്ക് നല്ല മനസ്സോടുകൂടി ഈവന്റിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. കാരണം ഈവന്റ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഒരു ദിവസം മാത്രം ഉണ്ടാകുന്നതായിരിക്കില്ല. ചിലപ്പോൾ 2 ദിവസത്തെയോ ഒരാഴ്ചത്തെയോ ഒക്കെ ഈവന്റ്സ് നമുക്ക് അവിടെ കണ്ടക്ട് ചെയ്യുകയാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ അവർക്കുള്ള താമസ സൗകര്യങ്ങള് ഒരുക്കി നൽകേണ്ടി വരും. ഓക്കെ, അപ്പോ പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ് കഴിഞ്ഞു. അടുത്തത് പബ്ലിക് റിലേഷൻസ്. പബ്ലിക് റിലേഷൻസ് എന്താണ്? പബ്ലിക് റിലേഷൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പബ്ലിസിറ്റി തന്നെയാണ്. അത് നമ്മൾ മാർക്കറ്റിംഗിൽ പഠിക്കുന്ന അതേ കാര്യം തന്നെയാണ്. പബ്ലിക് റിലേഷൻസ് അല്ലെങ്കിൽ പബ്ലിസിറ്റി. പബ്ലിസിറ്റിയുടെ ഇപ്പോഴത്തെ പേര് നമ്മൾ പബ്ലിക് റിലേഷൻസ് എന്നാണ് പറയുന്നത്. നമ്മൾ ഈ ഫിലിമൊക്കെ കാണുന്ന സമയത്ത് അതിൽ ഒരു പോസ്റ്റ് കണ്ടിട്ടുണ്ടാവും, PRO, പബ്ലിക് റിലേഷൻസ് ഓഫീസർ എന്നാണ് PROയുടെ ഫുൾ ഫോം. അതായത് അവരുടെ പബ്ലിക് റിലേഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിയമിതനായ ഓഫീസറാണ് PRO എന്ന് പറയുന്നത്. ഓക്കെ, ദ റോൾ ഓഫ് പബ്ലിക് റിലേഷൻസ് ഈസ് ടു മാനേജ് ദ ഓർഗനൈസേഷൻസ് ആൻഡ് ദ ഈവന്റ്സ് ഇമേജ് in the mind of the audience and the public. എന്താണ്? ഓർഗനൈസേഷനെ മാനേജ് ചെയ്യുകയും അതുപോലെ തന്നെ ഈവന്റ് മാനേജ് ചെയ്യുകയും ഈവന്റിന്റെ ഇമേജ് ഇൻ ദ മൈൻഡ്സ് ഓഫ് ഓഡിയൻസ് അതുപോലെ തന്നെ ആൻഡ് ഇൻ ദ മൈൻഡ്സ് ഓഫ് ദ പബ്ലിക് അതിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥത്തില് പബ്ലിക് റിലേഷൻസിന്റെ ഒരു റോള്. കാരണം അത് നമ്മൾ പരസ്യം ചെയ്യുന്നതിലൂടെ ജനങ്ങളിലേക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയാണ്, ഒരു ഇമേജ് ബിൽഡപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഈവന്റിനെ കുറിച്ചും ഈവന്റ് സ്പോൺസർ ചെയ്യുന്ന കമ്പനിയെ കുറിച്ചും ആ ഈവന്റിലൂടെ ഒരു പക്ഷേ അറിയിക്കാൻ ആഗ്രഹിക്കുന്ന പ്രൊഡക്റ്റിനെ കുറിച്ചും ലോഞ്ച് ചെയ്യുന്ന
സർവീസിനെ കുറിച്ചും ഒക്കെ ഏറ്റവും മികച്ച ഒരു ഇമേജ് ബിൽഡപ്പ് ചെയ്യുക. അത് നമ്മൾ ചെയ്യുക എങ്ങനെയാണ്? മീഡിയ പബ്ലിസിറ്റിയിലൂടെ ആവാം, ഡയറക്റ്റ് പബ്ലിസിറ്റിയിലൂടെ ആവാം, നോട്ടീസിലൂടെ ആവാം, സോഷ്യൽ മീഡിയയിലൂടെ ആവാം, അല്ലെ? ഇപ്പോ പുതുതായിട്ട് വന്നിട്ടുള്ള സോഷ്യൽ മീഡിയാസ്, ഇന്റർനെറ്റ് മീഡിയാസ് എന്നും പറയാറുണ്ട്. അതില് വാട്സപ്പ് വഴി, ഫേസ്ബുക്ക് വഴി, ഇൻസ്റ്റഗ്രാം വഴി, ഇനി എന്തിനേറെ പറയുന്നു, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ക്ലിക്ക് ആയിരിക്കുന്ന ഒരു ആപ്പാണ് ക്ലബ് ഹൗസ്. ഈ ക്ലബ് ഹൗസ് ആപ്പ് വഴി നമുക്ക് ഓഡിയോ ആയിട്ട്, നമ്മൾ നേരത്തെ വരെയൊക്കെ അനൗൺസ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു പണ്ട് കാലങ്ങളില്. ഈ റോഡിലൂടെ കാറിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വാഹനത്തിലോ ഒരു പ്രൊഡക്റ്റിന്റെ അനൗൺസ്മെന്റ് നടത്തിയിട്ട് പോകും. അത് ഇത്രാം തീയതി ഇത് ലോഞ്ച് ചെയ്യുന്നു നിങ്ങളിലേക്ക്. അത് സിനിമയുടെ ഒക്കെ അനൗൺസ്മെന്റ് നടത്തുന്നത് പോലെ തന്നെ പല ഈവന്റ്സിന്റെ അനൗൺസ്മെന്റുകൾ ഉണ്ടായിരുന്നു. ഇന്ന ദിവസം പ്രസംഗിക്കുന്നു. അപ്പൊ അത് ഒക്കെ ഇന്ന് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ക്ലബ് ഹൗസിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഓഡിയോ പ്ലാറ്റ്ഫോം ആണ്. അതുകൊണ്ട് തന്നെ ആ അനൗൺസ്മെന്റുകളൊക്കെ നടത്താൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് മെയിൻലി ഡൺ ത്രൂ പ്രസ് റിലീസ് ആയിരുന്നു. മുൻകാലങ്ങളിലാണ് ശരിക്കും പ്രസ് റിലീസിലൂടെ ഏറ്റവും കൂടുതൽ പബ്ലിക് റിലേഷൻസ് അല്ലെങ്കിൽ പബ്ലിസിറ്റി നടത്തിക്കൊണ്ടിരുന്നത്. ഇന്ന് പത്രത്തിലൂടെയോ മറ്റ് മാധ്യമങ്ങളിലൂടെയോ നടക്കുന്നതിനേക്കാൾ കൂടുതൽ ഇന്റർനെറ്റ് പ്ലാറ്റ്ഫോമിലൂടെയാണ് നടക്കുന്നത്. യൂട്യൂബ് വഴി നടത്താം. അതുപോലെ തന്നെ ടെലിവിഷൻ അഡ്വർടൈസ്മെന്റ് അത് നോർമലി നടക്കുന്നതാണ്, അത് വഴിയും നടത്താം. അപ്പൊ ഇറ്റ് ഇൻഫോംസ് ടു ദ മീഡിയ എന്നുള്ളതാണ്. ഇറ്റ് ഇൻഫോംസ് ടു ദ മീഡിയ, മീഡിയയിലേക്കും മീഡിയയിലൂടെയും ഇൻഫോം ചെയ്യുന്നു. It entertains the guests and VIPs attending the events. അല്ലെ, നമ്മള് നടത്തുന്ന ഈവന്റില് ഏറ്റവും കൂടുതൽ പബ്ലിസിറ്റി കിട്ടുമ്പോ ആ പബ്ലിസിറ്റി ആരെ എന്റർടൈൻ ചെയ്യിക്കും? അതിനകത്ത് പങ്കെടുക്കുന്ന VIPs ഉണ്ടാവും. ഈ VIPsനെ ഇത് ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് ഇതിന്റെ വിവരങ്ങൾ എത്തുമ്പോ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം അവരും കൂടി അറിയപ്പെടുകയാണ്. അവർ ഓൾറെഡി അറിയപ്പെടുന്നതാണ്, എന്നിരുന്നാലും അവരുടെ ഇമേജ് കൂടുകയാണ് ചെയ്യുന്നത്. അത് സംഭവിക്കുന്നത് ഈ ഒരു പബ്ലിക് റിലേഷൻസ് വർക്ക് ഏറ്റവും സൂപ്പർ ആയിട്ട് നടത്തുന്ന ഒരു ഈവന്റിലൂടെ ആയിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് ദ പ്രോഡക്റ്റ് പൊസിഷനിങ്. ഇവിടെ പ്രോഡക്റ്റ് ഈവന്റ് ആണ്. അപ്പോ ആ ഈവന്റിനെ എങ്ങനെയാണ് പൊസിഷൻ ചെയ്യുന്നത്? ഈവന്റ് മാർക്കറ്റിംഗ് റിലൈസ് ഓൺ ദ പ്രോപ്പർ പൊസിഷനിങ് ഓഫ് ദ പ്രോഡക്റ്റ്. ഈവന്റ് മാർക്കറ്റിംഗ് റിലൈസ് ഓൺ ദ പ്രോപ്പർ പൊസിഷനിങ് ഓഫ് ദ പ്രോഡക്റ്റ്. അപ്പോൾ പൊസിഷനിങ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? പൊസിഷനിങ് ഈസ് ദ സ്ട്രാറ്റജി ഓഫ് ഡിറ്റർമിനിങ് ത്രൂ ഇൻറ്റ്യൂഷൻ, റിസർച്ച് ആൻഡ് ഇവാലുവേഷൻ. ഒരു പ്രൊഡക്റ്റിനെ എങ്ങനെയാണ് പൊസിഷൻ ചെയ്യുക, മാർക്കറ്റിൽ സ്റ്റേബിൾ ആക്കി നിർത്തുന്നത്. അതുപോലെ തന്നെ ദോസ് ഏരിയാസ് ഓഫ് കസ്റ്റമർ നീഡ് ദാറ്റ് യുവർ ഇവന്റ് ക്യാൻ ഫുൾഫിൽ. അല്ലെ, ഏതിനെ റിസർച്ച് നടത്തണം? ഈ പ്രൊഡക്റ്റിന്റെ ഏരിയാസില് കംപ്ലീറ്റ് റിസർച്ച് നടത്തിയിട്ട് അതില് നമ്മൾ ഒരു സ്ഥാനം ഒക്യുപ്പൈ ചെയ്യണം, സ്ഥാനം വാങ്ങിയെടുക്കണം, മാർക്കറ്റില് ഒരു പൊസിഷൻ ചെയ്യണം. എങ്ങനെയാണ് പ്രൊഡക്റ്റിനെ ഒരു പ്രത്യേക പൊസിഷൻ ഉണ്ടാക്കുക, ഒരു യുണീക്ക് പൊസിഷൻ ഉണ്ടാക്കിയെടുക്കുക, മറ്റുള്ളവരിൽ നിന്ന് വേറിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കുക. അതാണ് പ്രൊഡക്റ്റ് പൊസിഷനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെങ്ങനെയാണ് നടക്കുന്നത്? നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ റിസർച്ച് നടത്തുക, കൃത്യമായ ഇവാലുവേഷൻ നടത്തുക, നമ്മളേതായിട്ടുള്ള ചില ഇൻറ്റ്യൂഷൻസ് ഉണ്ടാവാം. അതുപോലെ തന്നെ ദോസ് ഏരിയാസ് ഓഫ് കൺസ്യൂമേഴ്സ് നീഡ് ദാറ്റ് യുവർ ഈവന്റ് ക്യാൻ ഫുൾഫിൽ. നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റ് നൽകുന്നതിലൂടെ
കൺസ്യൂമറുടെ ഏതൊക്കെ ആവശ്യങ്ങളെയാണ് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നത് എന്ന് അവരിൽ കൃത്യമായിട്ട് വിവരങ്ങൾ എത്തിക്കുക. അത് നമ്മൾ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിന് മാർക്കറ്റിൽ ഒരു സ്ഥാനം ഉണ്ടാവും. നമ്മുടെ ഈവന്റിന് കൺസ്യൂമറുടെ മൈൻഡിൽ ഒരു സ്പെഷ്യൽ പൊസിഷൻ ഉണ്ടാവും. ആ പൊസിഷൻ ഓക്യുപ്പൈ ചെയ്യുന്നതിലൂടെ കൺസ്യൂമറിന്റെ മൈൻഡിലേക്ക് ഇത് പൊസിഷൻ ചെയ്യപ്പെടുകയാണ് കൃത്യമായിട്ട്. ഈ ഒരു പ്രോഡക്റ്റ് അത് നല്ല, അല്ലെങ്കിൽ ഒരു ഈവന്റ് ഇത്ര, ഇപ്പം ഒരു പ്രത്യേക ഡേറ്റില് 2 ഈവന്റുകൾ നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് തോന്നുന്നു ഒരു ഈ ഈവന്റ് ഇത്രാം തീയതി നടക്കുന്ന ഈവന്റില് നമ്മള് 2 ഇവന്റ് ഉള്ളപ്പോ നമുക്ക് ഏതെങ്കിലും ഒന്നേ ചൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു ഈവന്റിലേക്ക് പങ്കെടുക്കാൻ പറ്റുകയും അത് ഏത് ഇവന്റ് ആണ് എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് നമ്മുടെ നീഡ് ഫുൾഫിൽ ചെയ്യുന്ന ഇവന്റ് ഏതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. അതിലൂടെ നമുക്ക് വേണ്ടത് ഏതാണ് എന്ന് നമ്മൾ തീരുമാനിച്ചിട്ട് നമ്മൾ അതിൽ ഏതെങ്കിലും ഒരു ഇവന്റിനെ ചൂസ് ചെയ്യും. അത് ചൂസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത് ആ പ്രൊഡക്റ്റ് പൊസിഷനിങ് ആണ്. ആ ഈവന്റിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ആ ഈവന്റിൽ ആരൊക്കെയാണ് VIPs ആയിട്ട് വരുന്നത്, ഇതൊക്കെ ഇൻഫർമേഷൻ നമുക്ക് ഉണ്ടാവും. ഇപ്പൊ ഉദാഹരണത്തിന് സച്ചിൻ ടെണ്ടുൽക്കർ വരുന്ന ഒരു ഈവന്റ്, പിന്നെ അതുപോലെ തന്നെ വേറൊരു ഈവന്റ് അവിടെ ഉള്ളത് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു സെലിബ്രിറ്റി ആണ് അവിടെ വരുന്നത്. സ്വാഭാവികമായിട്ടും നമ്മളെ സംബന്ധിച്ച് നമ്മൾ കുറച്ചും കൂടി ഒരു ഉയർന്ന തലത്തിലുള്ള സെലിബ്രിറ്റി ആയ സച്ചിൻ ടെണ്ടുൽക്കർ പങ്കെടുക്കുക. കാരണം സച്ചിനെ കാണുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് അവിടെ വലിയൊരു ആഗ്രഹമായി കിടക്കുന്നുണ്ടാവും ഒരു പക്ഷെ. അങ്ങനെയാണെങ്കിൽ ആ രീതിയിൽ നമ്മൾ അതിലേക്ക് ആകർഷിക്കപ്പെടും. ഇനിയോ വേറെ ഏതെങ്കിലും നമ്മളവിടെ ഒരു പ്രോഡക്റ്റ് അവിടെ ലോഞ്ച് ചെയ്യുന്നത് വേറെ ഏതെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ സച്ചിൻ ടെണ്ടുൽക്കർ എന്ന സെലിബ്രിറ്റിയെ കാണാനുള്ള അവസരം മിസ്സാക്കിക്കൊണ്ട് മറ്റേ ഇവന്റിലേക്ക്, അതായത് വേറൊരു ഇവന്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആ ഇവന്റിലേക്ക് ആകർഷിക്കപ്പെട്ടേക്കുകയും ചെയ്യാം. അപ്പോ പ്രൊഡക്റ്റ് പൊസിഷനിങ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നെക്സ്റ്റ് ഈസ് നേച്ചർ ഓർ ഫീച്ചേഴ്സ് ഓഫ് ഇവന്റ് മാർക്കറ്റിംഗ്. ഇൻടാഞ്ചിബിലിറ്റി, ഇൻസെപ്പറബിലിറ്റി, വേരിയബിലിറ്റി. 3 കാര്യങ്ങളാണ് ഇവന്റ് മാർക്കറ്റിംഗിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത്. ഒന്ന് ഇൻടാഞ്ചിബിലിറ്റി ആണ്, ഒന്ന് ഇൻസെപ്പറബിലിറ്റി ആണ്, ഒന്ന് വേരിയബിലിറ്റി ആണ്. ഇൻടാഞ്ചിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്ക് നോക്കാം. അതിന്റെ ഓരോന്നും ആയിട്ട് നോക്കാം. ഇൻടാഞ്ചിബിലിറ്റി. ഈവന്റ്സ് ആർ ഇൻടാഞ്ചിബിൾ. എന്താണ് ഇൻടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ? ഇറ്റ് കനോട്ട് ബി ടച്ച്ഡ് ഓർ ഹിയർ ഓർ സീ, സ്മെൽ. നമുക്ക് വി കാൻഡ് സെൻസ് ഇറ്റ് യൂസിങ് അവർ സെൻസറി ഓർഗൻസ്, അല്ലെ? സാധാരണഗതിയിൽ സെൻസറി ഓർഗൻസിലൂടെ നമ്മൾ ടേസ്റ്റ് ചെയ്യാനോ ടച്ച് ചെയ്യാനോ ഒന്നും പറ്റാത്തതിനെയാണ് നമ്മൾ ഇൻടാഞ്ചിബിൾ എന്ന് പറയുന്നത്. അപ്പൊ ഈവന്റ്സ് ആർ ഇൻടാഞ്ചിബിൾ. ഈവന്റ്സ് ഇറ്റ് ക്യാൻ ഓൺലി ബി എക്സ്പീരിയൻസ്ഡ്, അല്ലെ? ഇൻടാഞ്ചിബിൾ. ഈ ഒരു ഈവന്റ് അത് പോയിട്ട് അവിടെ പോയിട്ട് ആ ഈവന്റിനെ ടച്ച് ചെയ്യാൻ പറ്റില്ല നമുക്ക്. ആ ഈവന്റിനെ തന്നെ സ്മെല് ചെയ്യാൻ പറ്റില്ല. ആ ഈവന്റിനെ അനുഭവിക്കാനേ പറ്റൂല. ഇറ്റ് ക്യാൻ ബി എക്സ്പീരിയൻസ്ഡ്. അപ്പോ ഹെൻസ് വൺ കനോട്ട് ടേസ്റ്റ്, see, hear, smell or use them like physical products. ഫിസിക്കൽ പ്രൊഡക്റ്റിനെ പോലെ നമുക്കതിനെ യൂസ് ചെയ്യാനോ ഒന്നും പറ്റില്ല. ആ ഈവന്റ് എന്നത് ഇറ്റ് ക്യാൻ ഓൺലി ബി എക്സ്പീരിയൻസ്ഡ് ബൈ അറ്റൻഡിങ് ദാറ്റ് ഇവന്റ്. ഈവന്റ് അറ്റൻഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് അതിനെ അറിയാനും അനുഭവിക്കാനും മാത്രമേ പറ്റുകയുള്ളൂ. ഇറ്റ് ക്യാൻ ബി നോൺ ആൻഡ് എക്സ്പീരിയൻസ്ഡ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്? അപ്പൊ ഇൻടാഞ്ചിബിലിറ്റി എന്നത് ക്ലിയർ ആണല്ലോ, ഈവന്റ് ആണ് ഇവിടെ. അതുകൊണ്ട് അത് ആ ഈവന്റിൽ പങ്കെടുക്കുക എന്നത് മാത്രമേ അതിനെ അറിയാനുള്ള വഴിയുള്ളൂ. ദെൻ സെക്കൻഡ് വൺ, ഇൻസെപ്പറബിലിറ്റി. എങ്ങനെയാണ് ഈ ഇൻസെപ്പറബിൾ? ഇതെങ്ങനെയാണ്? വേറിട്ട് നിർത്താൻ പറ്റാത്തതാണ്. സർവീസ് ഈസ് നോട്ട് സെപ്പറബിൾ ഫ്രം ദ
person or firm providing it. Service is not separable. സർവീസ് എന്നത് ഇൻസെപ്പറബിൾ ആണ്. സർവീസ് ഈസ് നോട്ട് സെപ്പറബിൾ ഫ്രം ദ പേഴ്സൺ ഓർ ഫേം പ്രൊവൈഡിങ് ഇറ്റ്. ആ വ്യക്തിയിൽ നിന്ന് ആ സർവീസിനെ വേറിട്ട് നിർത്താൻ പറ്റില്ല. ഒരു കമ്പനി ഒരു സർവീസ് ചെയ്യുമ്പോൾ ആ കമ്പനിയിൽ വേറെയും സർവീസ് വേറെയുമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. സോ when a singer entertains an audience, അല്ലെ, ഇതിന്റെ ഏറ്റവും മികച്ച ഒരു ഉദാഹരണം, when a singer entertains an audience, he has to perform it himself. ഒരാള് ഒരു പാട്ട് ഒരു ഓഡിയൻസിന്റെ മുമ്പിൽ പാടുമ്പോ ആ പാട്ട് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഓഡിയൻസ് അവിടെ വരുമോ? ഇപ്പോ യേശുദാസിന്റെ ഒരു ഗാനമേള എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു ഈവന്റ് കണ്ടക്ട് ചെയ്യുകയാണ്. എന്നിട്ട് വലിയൊരു ഓഡിയൻസിന്റെ മുമ്പാകെ നമ്മളൊരു സൗണ്ട് ബോക്സ് വെച്ചിട്ട് അതിൽ യേശുദാസ് പാടിയ റെക്കോർഡ് ചെയ്ത കുറെ പാട്ടുകൾ വെച്ചു കൊടുത്തു കഴിഞ്ഞാല് ശരിയാവോ? പറ്റില്ല. അപ്പൊ എന്താണ്? സർവീസ് ഈസ് ഇൻസെപ്പറബിൾ ഫ്രം ദ പേഴ്സൺ ഓർ ഫേം പ്രൊവൈഡിങ് ഇറ്റ്. ആരാണോ ആ ഈവന്റിന്റെ മെയിൻ അട്രാക്ഷൻ, അയാൾ കൊടുക്കുന്ന സർവീസ് അയാളും അവിടെ വേറിട്ട് നിർത്താൻ പറ്റില്ല. അത് രണ്ടും ഒരുമിച്ചായിരിക്കണം ആ ഈവന്റില് ലഭിക്കേണ്ടത്. അത് വേറിട്ട് നിർത്താൻ പറ്റില്ല. ക്ലിയർ ആണല്ലോ? The next is variability. ഈവന്റിന്റെ variability. The quality of service may vary depending on who provides it. ഒരു ഈവന്റ് ഒരു കമ്പനി നടത്തുന്ന ഒരു റിലയൻസ് നടത്തുന്ന ഒരു ഈവന്റിന്റെ അതേ പ്രത്യേകതയും ക്വാളിറ്റിയും ആയിരിക്കില്ല ടാറ്റ കമ്പനി നടത്തുന്ന ഈവന്റിന്റെ ക്വാളിറ്റിയും അതിന്റെ ഒരു പ്രത്യേകതയും ഒക്കെ. അപ്പോ ദ ക്വാളിറ്റി ഓഫ് സർവീസ് മേ വാരി ഡിപ്പെൻഡിങ് ഓൺ ഹൂ പ്രൊവൈഡ്സ് ഇറ്റ്. ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നനുസരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മള് ഇപ്പം പറഞ്ഞതുപോലെ യേശുദാസ് നടത്തുന്ന ഗാനമേളയുടെ അതേ ക്വാളിറ്റിയും അതേ ഒരു പ്രത്യേകതയും ആയിരിക്കില്ല മറ്റൊരു സിംഗർ ആയിട്ടുള്ള MG ശ്രീകുമാർ നടത്തുന്ന ഗാനമേളയുടെ ക്വാളിറ്റിയും സർവീസും ഒക്കെ പ്രത്യേകതയും ഒക്കെ. ഓക്കെ, അപ്പോ എന്താണ് പ്രശ്നം? ഇൻഡിവിജ്വലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ കമ്പനിയെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അതിന്റെ ക്വാളിറ്റി ഓഫ് സർവീസ് വാരി ചെയ്യും എന്നുള്ളതാണ്. ആരാണോ ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് അയാളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു അതിന്റെ ക്വാളിറ്റിയും പ്രത്യേകതകളും ഒക്കെ. ക്ലിയർ? നെക്സ്റ്റ് വൺ ഈസ് മാർക്കറ്റിംഗ് നീഡ്സ് അഡ്രസ്ഡ് ബൈ ഇവന്റ്സ്. ഇതും എക്സാമിന് നേരത്തെ ചോദിച്ചിട്ടുള്ളതാണ്. മാർക്കറ്റിംഗ് നീഡ്സ് അഡ്രസ്ഡ് ബൈ ഇവന്റ്സ്. എങ്ങനെയാണ് ഒരു ഈവന്റ് ഒരു മാർക്കറ്റിംഗ് നീഡ് ഐഡന്റിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രതിനിധീകരിക്കുന്നത്? അവരെങ്ങനെയാണ് അതിനെ ഉൾക്കൊള്ളുന്നത്? അതെങ്ങനെയാണ് കൺസ്യൂമേഴ്സിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്? നോക്കാം. കൺസ്യൂമേഴ്സിന്റെ മാർക്കറ്റിംഗ് നീഡ്സ് എങ്ങനെയാണ് ഈ ഒരു ഈവന്റ് സ്പോൺസറിംഗ് കമ്പനി ഐഡന്റിഫൈ ചെയ്തിട്ട് പ്രസന്റ് ചെയ്യുന്നത്? അവരെങ്ങനെയാണ് അതിനെ ക്ലിയർ ആയിട്ട് അവിടെ പ്രതിനിധീകരിക്കുന്നത്? ഫസ്റ്റ് വൺ ഈസ് ബ്രാൻഡ് ബിൽഡിംഗ്. മാർക്കറ്റിംഗ് നീഡ്സ് അഡ്രസ്ഡ് ബൈ ഈവന്റ്സ്. ഫസ്റ്റ് വൺ ഈസ് ബ്രാൻഡ് ബിൽഡിംഗ്. ഒരു ഈവന്റ് നടത്തുന്നതിലൂടെ അവരെന്താണ് ചെയ്യുന്നത്? ഒരു ബ്രാൻഡ് ഇമേജ് ബിൽഡപ്പ് ചെയ്യിക്കാൻ. ഒരു പുതിയൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നതിലൂടെ ആ പ്രൊഡക്റ്റിന്റെ പേര്, അതിന്റെ പിക്ചർ, അതിന്റെ ലോഗോ, അതിന്റെ ട്രേഡ് മാർക്ക്, ഇതൊക്കെയും വലിയ ഒരു ക്യാൻവാസിൽ അവര് കൺസ്യൂമറുടെ മൈൻഡിലേക്ക് ഇൻജക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പല രീതിയിൽ പല അഡ്വർടൈസ്മെന്റ് സ്ട്രാറ്റജീസ് ഉപയോഗിച്ചുകൊണ്ട്, പ്രൊമോഷണൽ സ്ട്രാറ്റജീസ് ഉപയോഗിച്ചുകൊണ്ട്, കാറ്റലോഗ്സ്, ചില ഫ്രീ സാമ്പിൾസ് ഒക്കെ അതിന്റെ കൂടെ അവരുടെ ആ ഈവന്റ് അറ്റൻഡ് ചെയ്യുന്ന അറ്റൻഡീസിന് അവർ നൽകും. അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡിലേക്ക്, അതായത് നമ്മളെ അറ്റൻഡീസ് ആയിട്ടുള്ള കൺസ്യൂമേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ മൈൻഡിലേക്ക് അതിങ്ങനെ പതിഞ്ഞു കിടക്കും. ഓക്കെ, ദെൻ പ്രസന്റേഷൻ ഓഫ് ബ്രാൻഡ് ഡിസ്ക്രിപ്ഷൻ. പ്രസന്റേഷൻ ഓഫ് ബ്രാൻഡ്
ഡിസ്ക്രിപ്ഷൻ. എന്തിനു വേണ്ടിയിട്ട്? ബ്രാൻഡിനെ കുറിച്ച് ഇങ്ങനെ പ്രസന്റ് ചെയ്യും. ആ ബ്രാൻഡിന്റെ ഡിസ്ക്രിപ്ഷൻ എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ പ്രസന്റ് ചെയ്യുന്നത്? ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇവന്റ് നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ടാവും, വലിയ അക്ഷരങ്ങളിൽ എഴുതിയിട്ടൊക്കെ ഉണ്ടാവും. ടു ഹൈലൈറ്റ് ദ ആഡഡ് ഫീച്ചേഴ്സ് ഓഫ് പ്രൊഡക്റ്റ് ഓർ സർവീസ്. എന്തിനു വേണ്ടിയാണ്? ഇപ്പൊ ഒരു ഈവന്റ് നടക്കുന്നതിന്റെ ഇടയിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഗാനമേളയാണ് അല്ലെങ്കിൽ ഒരു മെഗാ ഷോ ആണ് നടക്കുന്നതെങ്കിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ പരസ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ആരാണ് ഈ ഈവന്റ് നടത്തുന്നത്, അവരുടെ പരസ്യങ്ങൾ കാണാൻ പറ്റും. ബാക്ക്ഗ്രൗണ്ടിൽ വലിയതായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ സ്റ്റേജിന്റെ ഫ്രണ്ടിൽ കാണാൻ പറ്റും, സൈഡിൽ കാണാൻ പറ്റും, ഇരിപ്പിടങ്ങളിൽ കാണാൻ പറ്റും. ഇതൊക്കെ ആ ബ്രാൻഡിന്റെ ഡിസ്ക്രിപ്ഷൻ ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. ഇതൊക്കെ കൺസ്യൂമേഴ്സിലേക്ക് പതിയെ ആ പ്രൊഡക്റ്റിനെ എത്തിക്കുകയാണ്. ഓക്കെ, ദെൻ ഈവൻസ് ഹെൽപ്പ് ഇൻ റീപൊസിഷനിങ് ഓഫ് ബ്രാൻഡ്. പ്രൊഡക്റ്റ് പൊസിഷനിങ്ങിന് വേണ്ടി മാത്രമല്ല, റീപൊസിഷനിങ്. നമ്മൾ ഒരു ബ്രാൻഡിനെ ഓൾറെഡി പൊസിഷൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിനെ ഓൾറെഡി പൊസിഷൻ ചെയ്തിട്ടുള്ള ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് വേറൊരു സ്ഥാനം അതിന് നൽകുകയാണ്. അപ്പൊ അതിന് റീപൊസിഷനിങ്ങിന് വേണ്ടിയിട്ടും എന്ത് ഉപയോഗിക്കാം? ഈ ഈവന്റ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ദെൻ നെക്സ്റ്റ് ഈസ് ക്രിയേറ്റിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ബ്രാൻഡ് ഐഡന്റിറ്റി. ബ്രാൻഡ് ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ബ്രാൻഡ് പൊസിഷൻ ചെയ്യുന്നതിന് വേണ്ടി, ബ്രാൻഡ് റീപൊസിഷൻ ചെയ്യുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ ബ്രാൻഡ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതും, ഇതൊക്കെ മാർക്കറ്റിംഗ് നീഡ്സ് അഡ്രസ്ഡ് ബൈ ഈവൻസ് ആണ്. അതുപോലെ തന്നെ ഇമേജ് ബിൽഡിങ്ങിന് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് ഈവന്റുകള് കണ്ടക്ട് ചെയ്യുന്നതിലൂടെ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഈവൻസ് ഫോക്കസ് ടാർഗറ്റ് മാർക്കറ്റ്. ടാർഗറ്റ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പ്രത്യേക മാർക്കറ്റ് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ആ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഈവന്റ് വെക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടെയുള്ള ആൾക്കാരെ, അതാണ് നമ്മുടെ മാർക്കറ്റ്. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മള് കണ്ണൂർ ജില്ലയിലുള്ള ഒരു കൂട്ടം കസ്റ്റമേഴ്സിനെ അവരുപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്, അവരുപയോഗിക്കാൻ സാധ്യതയുള്ള ഒരു പ്രൊഡക്റ്റിനെയാണ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിന്റെ ഈവന്റ് നടത്തുന്നത് എറണാകുളം ജില്ലയിൽ നടത്തിയിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ പ്രോസ്പെക്റ്റീവ് കൺസ്യൂമേഴ്സ് കണ്ണൂരാണുള്ളത്. നമ്മൾ ആ കണ്ണൂരിലാണ് നമ്മുടെ ടാർഗറ്റ് മാർക്കറ്റ്, കണ്ണൂർ ജില്ലയാണ് നമ്മുടെ ടാർഗറ്റ് മാർക്കറ്റ് എങ്കില് നമ്മൾ ആ പ്രൊഡക്റ്റിനെ തൊട്ടടുത്ത ജില്ലകളിലോ എവിടെ ലോഞ്ച് ചെയ്തിട്ടും കാര്യമില്ല. ഇത് ഏത് കൺസ്യൂമേഴ്സിലേക്കാണ്? കണ്ണൂർ ജില്ലയിലുള്ള കൺസ്യൂമേഴ്സിന്റെ മൈൻഡിലേക്കാണ് എത്തേണ്ടത്. ഓക്കെ, ദെൻ ഈവൻസ് എനേബിൾ ഇന്ററാക്റ്റീവ് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഈ ഈവന്റിനെ കൊണ്ടുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാല് ആ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുകയും അതിന്റെ സിഇഒ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ്, അതുപോലെ തന്നെ പ്രസിഡന്റ് തുടങ്ങിയിട്ടുള്ള ആൾക്കാരൊക്കെ അവിടെ സന്നിഹിതരായിട്ടുണ്ടാവും. അപ്പൊ അവരുമായിട്ട് നേരിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം എന്നൊക്കെ പറയും. അപ്പോൾ വേദിയിലേക്ക് പോവുകയും സംശയങ്ങൾ ചോദിക്കുകയും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് ആ ഒരു ഈവന്റ്സിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. ഡയറക്റ്റ് ആയിട്ട് കൺസ്യൂമേഴ്സിന്റെ സംശയങ്ങള് സോൾവ് ചെയ്യാൻ പറ്റും. വേറൊരു കാര്യം എന്താന്ന് വെച്ചാല് കമ്പനിക്ക് കൺസ്യൂമറിന്റെ എക്സ്പെക്ടേഷൻസ് മനസ്സിലാക്കാനും പ്രൊഡക്റ്റ് വേണമെങ്കിൽ പിന്നീട് ഇതിനെ റീപൊസിഷൻ ചെയ്യേണ്ടത് ആവശ്യമുണ്ടോ എന്ന് മനസ്സിലാക്കാനും ഒക്കെ ഈ ഇവന്റിലൂടെയും ഈ കൺസ്യൂമേഴ്സുമായിട്ടുള്ള ഡയറക്റ്റ് ഇന്ററാക്ഷനിലൂടെയും പറ്റും എന്നുള്ളത് കമ്പനിക്കും ലാഭമാകും. ഓക്കെ, ദെൻ എനേബിളിംഗ് ടെസ്റ്റ് മാർക്കറ്റിംഗ്. ടെസ്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി നമ്മൾ നേരത്തെ മാർക്കറ്റിംഗ് പഠിച്ചിട്ടുള്ളതാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഈ പ്രൊഡക്റ്റ് ഫുൾ ഫ്ലഡ്ജഡ് ആയിട്ട് ലോഞ്ച് ചെയ്യുകയല്ല ചെയ്യുന്നത്. ഒരു പ്രത്യേക ഏരിയ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ആ ഏരിയയില് നമ്മൾ എന്തു ചെയ്യുന്നു? ഈ പ്രൊഡക്റ്റിനെ ലോഞ്ച് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആ സ്ഥലത്ത് നമ്മൾ ലോഞ്ച് ചെയ്യുന്നു. എന്നിട്ട് ലോഞ്ച് ചെയ്തതിന് ശേഷം അവിടെ വിജയിക്കുകയാണെങ്കിൽ, ഇപ്പൊ കണ്ണൂർ ജില്ലയില് അല്ലെങ്കിൽ കേരളത്തില് മുഴുവൻ നമ്മൾ ആ പ്രൊഡക്റ്റിനെ ഒരു ടെസ്റ്റ് മാർക്കറ്റായി കണ്ടുകൊണ്ട് ലോഞ്ച് ചെയ്യുന്നു.
ഇനി അവിടെ കേരളത്തിൽ മുഴുവൻ വിജയിക്കുകയാണെങ്കിൽ അത് ഇന്ത്യ മുഴുവനുമായിട്ട് ഒരു വൈഡ് ആയിട്ട് നമ്മള് ഈ പ്രൊഡക്റ്റിനെ റിലീസ് ചെയ്യും. അതാണ് നമ്മുടെ മെയിൻ മാർക്കറ്റ് എന്ന് പറഞ്ഞത്. വൈഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ആയിരിക്കും, വലിയൊരു മാർക്കറ്റ് ആയിരിക്കും. ചെറിയൊരു മാർക്കറ്റിലാണ് നമ്മൾ ഇത് ടെസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ടെസ്റ്റ് മാർക്കറ്റിങ്ങിന് ഈ ഇവന്റ് നമ്മളെ സഹായിക്കും. ദെൻ നെക്സ്റ്റ് ഈസ് ഫോക്കസിങ് ടാർഗറ്റ് മാർക്കറ്റിംഗ്. ടാർഗറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ചെറിയ ഈ ഒരു മാർക്കറ്റിംഗ് മാത്രം, ഒരു പ്രത്യേക ഏരിയ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നടത്തുന്ന മാർക്കറ്റിംഗ് ആണ്. അപ്പൊ ആ ടാർഗറ്റഡ് ഏരിയയിൽ തന്നെ ഇത് ഇവന്റ് നടത്തുകയാണെങ്കിൽ ആ ഏരിയയിലുള്ള ആൾക്കാരെ അവരുടെ മനസ്സിലേക്ക് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ എത്തിക്കാനും ആ ഒരു പ്രൊഡക്റ്റിനെ അവരിലേക്ക് നല്ല രീതിയിൽ എത്തിക്കാനും പറ്റും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ദെൻ മാർക്കറ്റ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നതിലൂടെ എന്താണ്, റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നതിലൂടെ കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ഏറ്റവും മികച്ച പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആക്കാനും പറ്റും മാർക്കറ്റ് റിസർച്ചിലൂടെ. അതാണ് ഈവന്റ് കണ്ടക്ട് ചെയ്യുന്നതിലൂടെ അവർക്ക് എങ്ങനെയാണ് മാർക്കറ്റ് റിസർച്ച് പോസിബിൾ. ഈവന്റ് കണ്ടക്ട് ചെയ്യുന്നതിലൂടെ മാർക്കറ്റ് റിസർച്ച് പോസിബിൾ ആകുന്നത് എങ്ങനെയാണെന്നാല് അവിടെ വരുന്ന ആൾക്കാർ പല സംശയങ്ങളും ചോദിക്കും. അത് റിലേറ്റഡ് ആയിട്ടുള്ള റിസർച്ചുകൾ അവർക്ക് നടത്തേണ്ടതായിട്ടുണ്ടാവും. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, നിലവിലുള്ള പ്രൊഡക്റ്റിനെ മോഡിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് എന്നതുകൊണ്ട് നമ്മള് ഈ ആൾക്കാരിലേക്ക് കൃത്യമായിട്ടും കൂടുതൽ ആൾക്കാരിലേക്ക് ഈ പ്രൊഡക്റ്റ് എത്തിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ്. അത് വ്യക്തികളിലൂടെയും അതുപോലെ സ്ഥാപനങ്ങളിലൂടെയും ഒക്കെ ഈ പ്രൊഡക്റ്റുകള് മാർക്കറ്റ് ചെയ്യാൻ പറ്റും റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട്. ഓക്കെ, then next is creating opportunity for better deals. ബെറ്റർ ഡീലിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഈ ഈവന്റ് മാർക്കറ്റിംഗിലൂടെ നമുക്ക് ലഭ്യമാകും. അതായത് പുതിയ സാധ്യതകളും പുതിയ ഡീലിംഗ് ചാൻസുകളും നമുക്ക് ഈ വലിയ ഈവന്റുകൾ നടത്തുന്നതിലൂടെ നമുക്ക് ലഭ്യമാകും എന്നുള്ളതാണ്. അത്രയും കൂടുതൽ വേൾഡ് വൈഡ് ആയിട്ടുള്ള ആൾക്കാരിലേക്ക് ഇത് എത്തും എന്നുള്ളതാണ് ഈ ഇവന്റിലൂടെ. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് എക്സ്പീരിയൻഷ്യൽ മാർക്കറ്റിംഗ്. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, എക്സ്പീരിയൻഷ്യൽ മാർക്കറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈവന്റ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനേ പറ്റുകയുള്ളൂ, അത് ഇൻടാഞ്ചിബിൾ ആണ്. സോ ഇറ്റ് ഈസ് എ ഫോം ഓഫ് അഡ്വർടൈസിംഗ്. എക്സ്പീരിയൻഷ്യൽ മാർക്കറ്റിംഗ് ഈസ് എ ഫോം ഓഫ് അഡ്വർടൈസിംഗ് that focus primarily on helping consumers experience a brand. കൺസ്യൂമേഴ്സിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ സഹായിക്കുന്നു. എന്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ? ഒരു പുതിയ ബ്രാൻഡിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ. ആ ബ്രാൻഡിനെ അവരെങ്ങനെയാണ് അറിയുന്നത്? ഈ ഒരു എക്സ്പീരിയൻഷ്യൽ മാർക്കറ്റിംഗിലൂടെയാണ്, അല്ലെങ്കിൽ ഈവന്റിന്റെ മാർക്കറ്റിംഗിലൂടെയാണ്. ആ ഒരു ഈവന്റിൽ പങ്കെടുക്കുന്നതിലൂടെ ഒരു പ്രത്യേക ബ്രാൻഡിനെ കുറിച്ചും ആ ബ്രാൻഡ് ഇമേജ്, അതിന്റെ ബ്രാൻഡിന്റെ പ്രത്യേകതകള്, ഇതൊക്കെ കൺസ്യൂമേഴ്സിനെ അറിയാൻ സാധിക്കും എന്നുള്ളതാണ്. സോ എക്സ്പീരിയൻഷ്യൽ മാർക്കറ്റിംഗ് ഈസ് എ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി that directly engages consumers and invites what and encourages അവരെ ഡയറക്ട്ലി എൻഗേജ് ചെയ്യുകയും ഇൻവൈറ്റ് ചെയ്യുകയും എൻകറേജ് ചെയ്യുകയും ചെയ്യുന്നു. എന്തിന്? ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഇവല്യൂഷൻ ഓഫ് എ ബ്രാൻഡ്. ഒരു ബ്രാൻഡിന്റെ മാറ്റത്തെ അതിന്റെ കൂടെ നിന്നുകൊണ്ട് അറിയാനും അനുഭവിക്കാനും എക്സ്പീരിയൻസ് ചെയ്യാനും അതിനെ സഹായിക്കുന്നു, അതിനെ അനുവദിക്കുന്നു.
ഇത് എക്സ്പീരിയൻഷ്യൽ മാർക്കറ്റിംഗ്. അവരനുഭവിക്കുകയാണ്, അറിയുകയാണ് ചെയ്യുന്നത്. ആര്? കൺസ്യൂമേഴ്സ്. എന്ത്? ഒരു പ്രൊഡക്റ്റിന്റെ അകത്ത് വരുന്ന, അതിന്റെ ബ്രാൻഡിന്റെ അകത്ത് വരുന്ന മാറ്റങ്ങളെ കുറിച്ചും ഒരു പുതിയതായിട്ട് വരുന്ന ഒരു ബ്രാൻഡിന്റെ ഇമേജിനെ കുറിച്ചും ഇതൊക്കെ അറിയാൻ, ഡയറക്ട്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് അവരറിയാൻ, അവർക്ക് അതിനെ നേരിട്ട് എൻഗേജ് ചെയ്യാനും അവരെ അതിലേക്ക് ക്ഷണിക്കപ്പെടാനും അതുപോലെ തന്നെ അവരെ എൻകറേജ് ചെയ്യുകയും ചെയ്യുന്നു. എന്തിന്? ആ ഒരു മാറ്റത്തെ ഉൾക്കൊള്ളാനും അറിയാനും അവരെ ക്ഷണിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് എക്സ്പീരിയൻഷ്യൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇത് മാർച്ച് 2018 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. എക്സ്പീരിയൻഷ്യൽ മാർക്കറ്റിംഗ് എന്ന ടേം, ഇതിനൊക്കെ ഒരുപാട് ടേമുകൾ പരസ്പരം ഇന്റർചേഞ്ചബിൾ ആയിട്ട് ഉപയോഗിച്ചു വരുന്നുണ്ട്. സോ experiential marketing tries to induce the consumers within the product by engaging as many other human senses as possible. എന്താണ്? നമ്മൾ ഒരു പ്രൊഡക്റ്റ് കാണുമ്പോൾ നമ്മൾ അതിനെ ജസ്റ്റ് കാണുക മാത്രമാണ് ചെയ്യുന്നത്, അല്ലേ? അതിനെപ്പറ്റി നമ്മളൊന്നും അറിയുന്നു. ജസ്റ്റ് ആ ഒരു പ്രൊഡക്റ്റ് ഒരു മാർക്കറ്റിൽ, ഒരു ഷോപ്പിൽ ആ പ്രൊഡക്റ്റ് കാണുന്നു, ജസ്റ്റ് കാണുക മാത്രം. നമുക്ക് മറ്റ് 5 കണ്ണ് അല്ലാത്ത മറ്റ് 4 ഇന്ദ്രിയങ്ങൾ കൂടിയുണ്ട്, അല്ലെ? കണ്ണ്, മൂക്ക്, ത്വക്ക്, നാക്ക്, ചെവി, ഇങ്ങനെ 5 സെൻസറി ഓർഗാൻസ് ഉണ്ട്. അപ്പൊ ഈ 5 ഓർഗാൻസിലൂടെയാണ് നമ്മളിലേക്ക് ഒരു പ്രോഡക്റ്റ് ആയിക്കോട്ടെ അല്ലെ എന്തോ ആയിക്കോട്ടെ നമ്മളിലേക്ക് ഒന്നിനെ ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങള് വന്നു ചേരുന്നത് ഈ 5 സെൻസറി ഓർഗാൻസിലൂടെയാണ്. നമ്മൾ ചില പ്രൊഡക്റ്റിന്റെ മണമായിരിക്കും നമുക്ക് ഇഷ്ടം, ചില പ്രൊഡക്റ്റിനെ കാണാനുള്ള ഭംഗിയായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത്, അല്ലെ? ചിലതിന്റെ ടേസ്റ്റ് ആയിരിക്കും, അത് കാണാൻ ഭംഗിയൊന്നും ഉണ്ടാവണമെന്ന്, ടേസ്റ്റ് ആയിരിക്കും, അല്ലെ? അങ്ങനെ ഈ 5 ഇന്ദ്രിയങ്ങളിലൂടെ നമ്മള് ഒരു പ്രോഡക്റ്റിന്റെ പ്രത്യേകതകൾ അറിയുകയാണ് ചെയ്യുന്നത്. അപ്പോ ഏറ്റവും കൂടുതൽ കൺസ്യൂമേഴ്സിനെ ഏറ്റവും കൂടുതൽ ഈ ഒരു സെൻസറി ഓർഗാൻസിലൂടെ നമ്മുടെ ഒരു പ്രൊഡക്റ്റിനെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുക. നമ്മൾ അനുഭവിക്കുന്നത് 5 ഇന്ദ്രിയങ്ങളിലൂടെയാണല്ലോ. അപ്പോ ആ 5 ഇന്ദ്രിയങ്ങളിലൂടെ ഒരു പ്രൊഡക്റ്റിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ സഹായിക്കുന്നു എക്സ്പീരിയൻഷ്യൽ മാർക്കറ്റിംഗ്. ക്ലിയർ ആണല്ലോ? ആണ്. സോ the goal of experiential marketing is to form a memorable and emotional connection between the consumer and the brand. കൺസ്യൂമറും ആ ബ്രാൻഡും തമ്മിൽ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാക്കുക, ഒരു മെമ്മറബിൾ ഇമോഷണൽ കണക്ഷൻ, ബോണ്ടേജ് ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ എങ്ങനെയാണ്, അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രാൻഡ് ലോയൽറ്റി ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ മാർക്കറ്റിൽ പോയാല് അല്ലെ ഒരു ഷോപ്പിൽ പോയാല് ഒരു സോപ്പ് വേണം എന്ന് പറയാറില്ല. എന്താണ് പറയാറുള്ളത്? നമുക്ക് വിവേൽ വേണം അല്ലെങ്കിൽ ലക്സ് വേണം. അതാണ്, അങ്ങനെയാണ് നമ്മൾ അതിന്റെ ബ്രാൻഡ് നെയിമാണ് നമ്മൾ പറയാറില്ല. എന്തുകൊണ്ടാണ് ബ്രാൻഡ് നെയിം പറയുന്നത്? നമ്മൾ ആ ഒരു ബ്രാൻഡ് ലോയൽറ്റി ഉണ്ട്. നമ്മൾ ഉപയോഗിച്ച് വരുന്ന നമ്മുടെ മനസ്സില് ഈ സെൻസറി ഓർഗാൻസിലൂടെ നമ്മൾ ആ കണ്ട്, ചിലപ്പോൾ പരസ്യം കണ്ടിട്ടാവാം, അല്ലെങ്കിൽ കേട്ടിട്ടാവാം, അല്ലെങ്കിൽ മണം കൊണ്ടാവാം, അല്ലെങ്കിൽ ടേസ്റ്റ് കൊണ്ടൊക്കെ ആവാം നമ്മൾ ഓരോന്നിന്റെയും ബ്രാൻഡ് ലോയൽറ്റി ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ ആ ബ്രാൻഡിനോട് നമ്മളൊരു അറ്റാച്ച്മെന്റ്, ഇമോഷണൽ അറ്റാച്ച്മെന്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുക. ആ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഈ എക്സ്പീരിയൻഷ്യൽ. നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് ആ പ്രൊഡക്റ്റിനെ, അതുകൊണ്ടാണ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കസ്റ്റമർ ലോയൽറ്റി ഉണ്ടാക്കുക. ചിലപ്പോ ഒരു പ്രത്യേക ഷോപ്പില് സാധനങ്ങൾ വളരെ കുറവായിരിക്കാം, മറ്റൊരു ഷോപ്പില് ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ അവരുടെ പെരുമാറ്റം, നമ്മളെ ഒരു റഫായിട്ട് പെരുമാറുന്ന ഒരാളാണ് അവിടെയുള്ള സ്റ്റാഫ് എങ്കില് നമ്മൾ അവിടെ എത്ര പ്രൊഡക്റ്റ് ഉണ്ടായി കഴിഞ്ഞാലും നമ്മൾ അവിടെ പോയിട്ട് സാധനം വാങ്ങണമെന്നില്ല. നമ്മൾ ആ ചെറിയ ഷോപ്പിൽ പോയിട്ട് നന്നായിട്ട് നമ്മളോട് ഇമോഷണലി
നല്ല രീതിയിൽ പെരുമാറുന്ന, ഒരു സൗമ്യമായിട്ട് സംസാരിക്കുന്ന ആളോട് ആയിരിക്കും നമുക്കൊരു ലോയൽറ്റി ഉണ്ടാവുക. അപ്പൊ നമ്മൾ ആ ഒരു സ്ഥാപനത്തോട് ഒരു കസ്റ്റമർ ലോയൽറ്റി കാണിക്കുകയാണ്. ഓക്കെ, അതുപോലെ ഇവിടെ ഒരു ബ്രാൻഡിനോട് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിനോട് നമ്മൾ കസ്റ്റമർ ലോയൽറ്റി ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എക്സ്പീരിയൻഷ്യൽ മാർക്കറ്റിംഗ്. നമ്മൾ ഒരു പ്രൊഡക്റ്റിനെ അനുഭവിച്ചു കഴിഞ്ഞാൽ, അത് നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രൊഡക്റ്റിനോട് ഒരു ലോയൽറ്റി ഉണ്ടാവും. അതിനെയാണ് കസ്റ്റമർ ലോയൽറ്റി എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഇൻഫ്ലുവൻസ് പർച്ചേസ് ഡിസിഷൻ. നമ്മള് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് വീണ്ടും നമ്മൾ വാങ്ങും. അത് ചിലപ്പോ ഈ ഇമോഷണൽ അറ്റാച്ച്മെന്റ് കൊണ്ടാവാം. പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി ഒരു ഘടകമാണ്, എന്നിരുന്നാലും ചിലത് ഇമോഷണൽ അറ്റാച്ച്മെന്റ് കൊണ്ട് മാത്രം പൈസ എത്ര കൂടിയ ഒരു പ്രൊഡക്റ്റും നമ്മൾ വാങ്ങിയേക്കാം. അങ്ങനെ ഉണ്ട്. ചില പ്രൊഡക്റ്റുകൾ ആ രീതിയിലാണ് അവർ മാർക്കറ്റ് ചെയ്യുന്നത് തന്നെ. പിന്നെ ഒരു പോസ്റ്റ് പർച്ചേസ് ബിഹേവിയർ എന്നൊരു കാര്യം കൂടിയുണ്ട്. അത് അതിന്റെ കൂടെ പറയാം. ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിയതിന് ശേഷം നമുക്ക് ആ പ്രൊഡക്റ്റിന്, ഒരു മൊബൈൽ ഫോൺ നമ്മൾ വാങ്ങി, അപ്പോഴാണ് നമ്മൾ അപ്പുറത്ത് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കയ്യിൽ ഞാൻ വേറൊരു മൊബൈൽ ഫോൺ കാണുന്നത്. അപ്പോ നീ റെഡ്മിയുടെ ഫോണാണോ വാങ്ങിയത്? അത് വളരെ മോശം ഫോണാണെന്നാണ് എല്ലാരും പറയുന്നത്. നിനക്ക് അതിന് പകരം ഒരു OnePlusന്റെ ഫോണ് വാങ്ങാമായിരുന്നില്ലേ? അല്ലെങ്കിൽ ഒരു വിവോയുടെ ഫോണ് വാങ്ങാമായിരുന്നില്ലേ? അത് നല്ലതാണെന്നാ പറയുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിൽ ഒരു നെഗറ്റീവ് വന്നു. അയ്യോ, അത് മറ്റേത് വാങ്ങാമായിരുന്നു. അത് ഏത് പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാലും ഈ പോസ്റ്റ് പർച്ചേസ് ബിഹേവിയർ ആയിട്ടുള്ള കൊഗ്നിറ്റീവ് ഡിസോണൻസ് എന്നാണ് പറയുക. കൊഗ്നിറ്റീവ് ഡിസോണൻസ്. വാങ്ങിയതിന് ശേഷം അത് വേണ്ടായിരുന്നു, അതിനേക്കാളും നല്ലത് മറ്റേതായിരുന്നു, വേറൊരു പ്രൊഡക്റ്റ് ആയിരുന്നു അതിന് പകരം നല്ലത് എന്ന് നമുക്ക് തോന്നുന്നു. അപ്പോൾ ഒരു ഡ്രസ്സ് നമ്മൾ എടുത്തിട്ട് വീട്ടിലേക്ക് വന്നപ്പോൾ, അയ്യോ ഇതിന് നീല കളർ ഡ്രസ്സാണോ നീ എടുത്തതെന്ന് നമ്മുടെ ഫ്രണ്ട്സ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആകെ ഒരു നെഗറ്റീവ് അടിക്കും. അപ്പോ നമ്മൾ കരുതും, ഇതിന് പകരം നമുക്ക് ആ ഒരു പിങ്ക് കളറ് ഡ്രസ്സ് എടുത്താൽ മതിയായിരുന്നു എന്നുള്ളൊരു ആഗ്രഹം. അതാണ് പോസ്റ്റ് പർച്ചേസ് ബിഹേവിയർ. നമ്മൾ വാങ്ങിയതിന് ശേഷം ഉണ്ടാകുന്ന നെഗറ്റീവ് ആയിട്ടുള്ള ഒരു തോട്ട്, അത് ആയിരുന്നില്ല, അതിനേക്കാളും നല്ലത് മറ്റേതായിരുന്നു എന്നുള്ള ഒരു ഫീലിംഗ്, അതിനെയാണ് കൊഗ്നിറ്റീവ് ഡിസോണൻസ് എന്ന് പറയുന്നത്. DISSONANCE. Okay, so experiential marketing is also known as engagement marketing, live marketing, participation marketing, etc. അപ്പൊ എക്സ്പീരിയൻഷ്യൽ മാർക്കറ്റിങ്ങിന് വേറെ പേരുണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഒന്ന് എൻഗേജ്മെന്റ് മാർക്കറ്റിംഗ്, നമ്മളെ എൻഗേജ് ചെയ്യിക്കുകയാണ്, അവിടെ ഡയറക്ട്ലി നമ്മൾ അനുഭവിക്കുകയാണ്, അറിയുകയാണ്. നമ്മൾ ലൈവായിട്ട് അവിടെ ആ ഒരു പ്രൊഡക്റ്റിനെ അറിയുകയാണ്, നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട്, ഇവന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് അറിയുകയാണ്. അതുകൊണ്ട് എൻഗേജ്മെന്റ് മാർക്കറ്റിംഗും ലൈവ് മാർക്കറ്റിംഗും പാർട്ടിസിപ്പേഷൻ മാർക്കറ്റിംഗും എക്സ്പീരിയൻഷ്യൽ മാർക്കറ്റിംഗും എല്ലാം സെയിം തന്നെയാണ്. അത് അതിന്റെ മറ്റ് വിവിധ പേരുകൾ മാത്രമാണ്. ഇത്രയുമാണ് നമ്മുടെ ഈവന്റ് മാർക്കറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഇനി നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമന്റ് ചെയ്യുക, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ക്ലാസ് ആവശ്യമാണെങ്കിൽ അതും കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കായി ഈ വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.